അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും മാഞ്ഞു പോവും. നമ്മുടെ എല്ലാവിധ ഭയപ്പാടുകളും ഇല്ലായ്മ ചെയ്യപ്പെടും. നിർഭയത്വം ലഭിക്കപ്പെടും, സമാധാനം ലഭിക്കപ്പെടും. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഗഫൂർ, അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാ. എന്നാൽ അഫൂവായ റബ്ബാണെന്നറിയോ, നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്നവനാണ് അവൻ. എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്നവനാണ്. നാളെ പരലോകത്ത് വിചാരണ നേരിടുന്ന ഘട്ടത്തില് എന്റെയും നിങ്ങളുടെയും മുൻപിൽ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമത്രേ. അള്ളാഹു നമ്മളെ അത് ബോധ്യപ്പെടുത്തുകയാണ്. ഇതെല്ലാം നീ ചെയ്തതല്ലേ? ഭയപ്പാടോടെ നമ്മൾ പറയുമത്രേ, അല്ലാഹ് ഞാനത് ചെയ്തതാണ്, അതിന്റെ ശിക്ഷയെങ്ങാനും എനിക്ക് ലഭിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന നിമിഷത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നമ്മൾ ചെയ്തു പോയ വലിയ വലിയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരുമെന്നാണ്. ആ സമയത്ത് അത് മുന്നിൽ കാണാതെ വരുമ്പോ നമ്മൾ അല്ലാഹുവോട് ചോദിക്കും, റബ്ബേ ഇതെല്ലാം ഞാൻ ചെയ്ത നിസാര കാര്യമല്ലേ? സ്വഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന കാര്യമാ. ഇതെല്ലാം ഞാൻ ചെയ്ത നിസാര കാര്യമല്ലേ നാഥ? എവിടെയാണ് എന്റെ ആ വലിയ കർമ്മം, ആ തെറ്റ്, ആ വലിയ പാപം എവിടെന്ന് ചോദിക്കുമ്പോ അല്ലാഹു നമ്മളോട് ചിരിക്കുമെന്ന, അവനോട് മാപ്പ് ചോദിച്ച, അവന്റെ മഗ്ഫിറത്തിന് കൊതിച്ച, അവന്റെ സ്വർഗത്തിന് മോഹിച്ച, റബ്ബേ ദുനിയാവിലെ ജീവിതം നിസ്സാരമാണെന്ന ബോധ്യത്തോടെ അസിയാ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെ സ്വർഗം മോഹിച്ച് പൊറുക്കണേലെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരുണ്ടല്ലോ. അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും, അവരുടെ മക്കൾക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും.